ശത്രുവിന്റെ സൈന്യത്തെ ആക്രമിക്കുന്നതിനേക്കാൾ അപകടകരമാണ് അവന്റെ ശക്തിയുടെ ഉറവിടത്തെ ലക്ഷ്യമിടുന്നത്. ഇറാൻ ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതാണോ? ഞങ്ങൾ അമേരിക്കയെ മാത്രമല്ല, അമേരിക്കയെ പിന്തുണയ്ക്കുന്ന സൈനിക ശൃംഖലയെയും ലക്ഷ്യമിടും. ഇറാൻ ഔദ്യോഗികമായി ഈ ഒരു വാചകം ഉപയോഗിച്ചിട്ടില്ല എങ്കിലും സമീപകാല സൈനിക നടപടികളുടെ പിന്നിലെ സന്ദേശം ഏതാണ്ട് അതുതന്നെയാണ്. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ തിരിച്ചടി നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടതോടെ ലോകത്തിന്റെ ശ്രദ്ധ കുവൈറ്റിലെയും ബഹ്റൈനിലെയും ചില സുപ്രധാന വ്യോമതാവളങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. അലി അൽസലേം എയർബേസ്, അഹമ്മദ് അൽ ജാബർ എയർബേസ്, ഷെയ്ഖിസ എയർബേസ് എന്നിവ സാധാരണ സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ശക്തിയുടെ നാഡീ കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെടുന്ന താവളങ്ങളാണിവ. ഇറാൻ എന്തുകൊണ്ടാണ് ഈ കേന്ദ്രങ്ങളെ തെരഞ്ഞെടുത്തത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഭൂമിശാസ്ത്രത്തിലും സൈനിക തന്ത്രങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നു. ഇറാന്റെ അതിർത്തികളിൽ നിന്ന് അധികം അകലെയല്ലാത്ത കുവൈറ്റ് പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ പ്രധാന സൈനിക പങ്കാളികളിൽ ഒരാളാണ്. ഏകദേശം 13,000 അമേരിക്കൻ സൈനികർ വിവിധ ഘട്ടങ്ങളിലായി കുവൈറ്റിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാഖിലേക്കും സിറിയയിലേക്കും പേർഷ്യൻ ഗൾഫിലുമുള്ള അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങൾക്ക് പ്രധാന ലോജിസ്റ്റിക് കേന്ദ്രമായാണ് രാജ്യം പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ അമേരിക്ക ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുന്ന ഏതൊരു സാഹചര്യത്തിലും കുവൈറ്റിലെ താവളങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അലി അൽസലേം എയർബേസ്. അമേരിക്കൻ വ്യോമസേനയുടെ 386 എയർ എക്സ്പെഡീഷണറി വിങ്ങിന്റെ ആസ്ഥാനമായ ഈ താവളം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ വ്യോമ പ്രവർത്തനങ്ങളുടെ ഹൃദയമായി വിശേഷിപ്പിക്കപ്പെടുന്നു. സൈനിക ഉപകരണങ്ങൾ, യുദ്ധസാമഗ്രികൾ, സൈനികർ എന്നിവയെ വിവിധ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്ന ഗതാഗത കേന്ദ്രം മാത്രമല്ല ഇത്, മറിച്ച് ഡ്രോൺ നിരീക്ഷണ പ്രവർത്തനങ്ങൾ, വ്യോമസേനാ പിന്തുണ, രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ എന്നിവയുടെ ഏകോപനവും ഇവിടെ നിന്നാണ് നടക്കുന്നത്. അമേരിക്കയുടെ സൈനിക പ്രവർത്തനങ്ങളെ ജീവനോടെ നിലനിർത്തുന്ന ഒരു ലോജിസ്റ്റിക് ഹബ് എന്ന നിലയിലാണ് ഇറാൻ ഈ താവളത്തെ കാണുന്നത്. അഹമ്മദ് അൽ ജാബർ എയർബേസിന്റെ പ്രാധാന്യം മറ്റൊരു തരത്തിലാണ്. കുവൈറ്റ് വ്യോമസേനയുടെ പ്രധാന യുദ്ധവിമാന കേന്ദ്രമായ ഇവിടെ അമേരിക്കൻ സൈനിക സാന്നിധ്യവും ശക്തമാണ്. F-15 യുദ്ധവിമാനങ്ങൾ, MQ-9 റീപ്പർ ഡ്രോണുകൾ, വ്യോമ ഇന്ധന വിതരണ വിമാനങ്ങൾ എന്നിവയ്ക്ക് പ്രവർത്തന പിന്തുണ നൽകുന്ന കേന്ദ്രം കൂടിയാണത്. നിർണായകമായ ആക്രമണം, പോരാട്ടത്തിരയിൽ, രക്ഷാപ്രവർത്തനം, രഹസ്യാന്വേഷണ കഴിവുകൾ എന്നിവ നൽകിക്കൊണ്ട് അമേരിക്കൻ വ്യോമസേനയുടെ 332ാമത് എയർ എക്സ്പെഡീഷണറി വിങ്ങും ഇവിടെ പ്രവർത്തിക്കുന്നു. ഒരു യുദ്ധ സാഹചര്യത്തിൽ വ്യോമാക്രമണങ്ങൾ നടക്കുന്നതിനും രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും നിർണായകമായ പങ്കുവഹിക്കാൻ കഴിയുന്ന താവളമായതിനാൽ അമേരിക്കയുടെ ആക്രമണശേഷിയുടെ ഭാഗമായാണ് ഇറാൻ ഇതിനെ കാണുന്നത്. ബഹ്റൈനിലെ ഷെയ്ഖിസ എയർബേസിന് കൂടുതൽ വലിയ തന്ത്രപ്രാധാന്യതയുണ്ട്. കാരണം ഇത് ഒരു വ്യോമത്താവളം മാത്രമല്ല, അമേരിക്കയുടെ സമുദ്രാധിപത്യവുമായി ബന്ധപ്പെട്ട വലിയ സൈനിക ശൃംഖലയുടെ ഭാഗം കൂടിയാണ്. ബഹ്റൈനിൽ തന്നെയാണ് അമേരിക്കൻ നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം പ്രവർത്തിക്കുന്നത്. പ്രാദേശിക സമുദ്ര സുരക്ഷ, അന്തർവാഹിനി വിരുദ്ധ യുദ്ധം, തിയേറ്റർ ലെവൽ സ്ട്രൈക്ക് ദൗത്യങ്ങൾ എന്നിവയെ പിന്തുണയ്ക്കുന്ന മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾക്ക് ഇതൊരു സുപ്രധാന ഫോർവേഡ് ഓപ്പറേറ്റിംഗ് സ്ഥലമായി പ്രവർത്തിക്കുന്നു. പേർഷ്യൻ ഗൾഫ്, അറബിക്കടൽ, റെഡ് സീ തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്ര മേഖലകളെ നിരീക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഈ കപ്പൽപ്പടയാണ്. ലോക എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു വിഹിതം കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിലുള്ള നിയന്ത്രണ പോരാട്ടത്തിൽ ഈ കേന്ദ്രത്തിന് അതീവ പ്രാധാന്യമുണ്ട്. ജോർദാനിലെ സർഗ ഗവർണറേറ്റിൽ സ്ഥിതി ചെയ്യുന്ന അൽ അസ്റബ് എയർബേസ് അഥവാ മുവാഫാഖ് സാൾട്ടി എയർബേസ് റോയൽ ജോർദാനിയൻ എയർഫോഴ്സിന്റെ കീഴിലുള്ള ഒരു പ്രധാന സൈനിക കേന്ദ്രമാണെങ്കിലും പശ്ചിമേഷ്യയിൽ ബ്രിട്ടനും അവരുടെ സഖ്യസേനയും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അതീവ തന്ത്രപ്രധാനമായ ഒരു അമേരിക്കൻ വ്യോമതാവളം കൂടിയാണിത്. കേവലം ഒരു പ്രാദേശിക സൈനിക ക്യാമ്പ് എന്നതിലപ്പുറം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളുടെയും ഭീകരവിരുദ്ധ പോരാട്ടങ്ങളുടെയും പ്രധാന നാഡീകേന്ദ്രമായിട്ടാണ് ഈ താവളം പ്രവർത്തിക്കുന്നത്. സിറിയ, ഇറാഖ് എന്നീ രാജ്യങ്ങളുടെ അതിർത്തികളോട് ചേർന്ന് കിടക്കുന്ന ഈ താവളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അമേരിക്കയ്ക്ക് വലിയ സൈനിക മുൻതൂക്കം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേവലം താൽക്കാലിക ആവശ്യങ്ങൾക്കപ്പുറം ഒരു സ്ഥിരമായ കമാൻഡ് ഹബ് എന്ന നിലയിലാണ് അമേരിക്ക ഈ താവളത്തെ വികസിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ വ്യോമസേനയുടെ അത്യാധുനിക 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളായ F-35A, F-15E, F-16 എന്നിവയും ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും മിസൈൽ ആക്രമണങ്ങൾ നടത്താനും ശേഷിയുള്ള MQ-9 റീപ്പർ ഡ്രോണുകളും ഇവിടെ സ്ഥിരമായി വിന്യസിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെയും മിസൈലുകളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള അത്യാധുനിക റഡാറുകളും കടുപ്പമേറിയ വിമാന ഹാങ്കറുകളും അമേരിക്ക ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെയും സഖ്യസേനയുടെയും ഏറ്റവും തന്ത്രപ്രധാനമായ ഈ നാഡീകേന്ദ്രത്തിലേക്ക് ഇറാൻ ഒന്നിനു പുറകെ ഒന്നായി തൊടുത്തുവിട്ടത് 12 മാരക ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഈ ഒരു പ്രഹരത്തിൽ കോടികൾ മുടക്കി അമേരിക്ക പണിതുയർത്തിയ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററും റഡാർ സംവിധാനങ്ങളും F-35 വിമാനങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്ന അത്യാധുനിക ഹാങ്കറുകളും തങ്ങൾ തകർത്തു തരിപ്പണമാക്കിയെന്നാണ് IRGC അവകാശപ്പെടുന്നത്. ഇറാൻ ഈ കേന്ദ്രങ്ങൾക്കെതിരെ ഉപയോഗിച്ചതായി പറയപ്പെടുന്ന ആയുധങ്ങളും ശ്രദ്ധേയമാണ്. വിവിധ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പ്രകാരം ബാലിസ്റ്റിക് മിസൈലുകളും സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ഡ്രോണുകളുമാണ് ആക്രമണത്തിൽ ഉപയോഗിച്ചതെന്ന് കരുതപ്പെടുന്നു. സമീപ വർഷങ്ങളിൽ ഇറാൻ വികസിപ്പിച്ചെടുത്ത മിസൈൽ ഡ്രോൺ ശൃംഖല പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായ അസമത്വ സൈനിക ശേഷികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. വില കൂടിയ യുദ്ധവിമാനങ്ങളെക്കാൾ ചിലവ് കുറഞ്ഞ ഡ്രോണുകളും
ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് ശക്തരായ എതിരാളികളെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ഇറാന്റെ തന്ത്രം. എന്നാൽ ഈ ആക്രമണങ്ങളുടെ പിന്നിൽ മറ്റൊരു വലിയ സന്ദേശമുണ്ട്. അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നത് സുരക്ഷയുടെ ഉറപ്പാണെന്ന വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയാണ് ഇറാൻ. 3 പതിറ്റാണ്ടിലേറെയായി ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെ തങ്ങളുടെ സുരക്ഷയുടെ അടിത്തറയായി കണക്കാക്കുന്നു. കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് അമേരിക്കൻ താവളങ്ങൾക്കും പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾക്കും അവർ ആതിഥേയത്വം നൽകിയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ താവളങ്ങൾ സുരക്ഷയുടെ പ്രതീകമാണോ അതോ യുദ്ധമുണ്ടായാൽ ആദ്യമായി ലക്ഷ്യമിടുന്ന കേന്ദ്രങ്ങളാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കുവൈറ്റിന്റെ ആഭ്യന്തര രാഷ്ട്രീയവും ഈ വിഷയത്തിൽ ശ്രദ്ധേയമാണ്. സുന്നി ഷിയ വിഭാഗങ്ങൾ തമ്മിലുള്ള താരതമ്യേന സമാധാനപരമായ ബന്ധമാണ് രാജ്യത്തിന്റെ പ്രത്യേകത. ഇറാനുമായുള്ള മതപരവും സാമൂഹികവുമായ ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും കുവൈറ്റ് അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായി തുടരുകയാണ്. അതിനാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ശക്തമാകുമ്പോൾ കുവൈറ്റ് ഒരു അസ്വസ്ഥമായ മധ്യസ്ഥ സ്ഥാനത്താണ് എത്തിപ്പെടുന്നത്. ഒരു വശത്ത് സുരക്ഷയ്ക്കായി അമേരിക്കയെ ആശ്രയിക്കേണ്ടി വരുന്നു, മറുവശത്ത് അയൽരാജ്യമായ ഇറാന്റെ സ്വാഭാവികമായ പ്രതികാര ഭീഷണിയും നേരിടേണ്ടി വരുന്നു. ഇന്ന് ഗൾഫ് മേഖല നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യവും ഇതുതന്നെയാണ്. അമേരിക്കൻ സൈനിക സാന്നിധ്യം യഥാർത്ഥത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ടോ അതോ യുദ്ധമുണ്ടായാൽ ഈ രാജ്യങ്ങളെ നേരിട്ടുള്ള ലക്ഷ്യങ്ങളാക്കി മാറ്റുകയാണോ? ഇറാൻ കുവൈറ്റിലെയും ബഹ്റൈനിലെയും താവളങ്ങളെ ലക്ഷ്യമിട്ടതായി അവകാശപ്പെട്ട സംഭവം ഈ ചോദ്യത്തെ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അലി അൽ സലേം, അഹമ്മദ് അൽ ജാബർ, ഷെയ്ഖ് ഇസ എന്നീ പേരുകൾ ഇനി വെറും സൈനിക താവളങ്ങളുടെ പേരുകളല്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശക്തി പ്രകടനത്തിന്റെ പുതിയ മുൻനിരകളായി ഇവ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഗൾഫ് മേഖലയെ മാത്രമല്ല ലോക സമ്പദ് വ്യവസ്ഥയെയും അന്താരാഷ്ട്ര സുരക്ഷാക്രമത്തെയും ബാധിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്.